നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒറ്റൊരു ശ്ലോകത്തിൽ എല്ലാ വിഭക്തികളെയും കണ്ടു. അപ്പോൾ പറഞ്ഞിരുന്നു അത് അകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങളുടെ ഏകവചനത്തിലുള്ള വിഭക്തികളാണ്. അപ്പം അതേപോലെ സംസ്കൃതത്തിൽ ദ്വിവചനവും ബഹുവചനവും ഉണ്ട്. അപ്പം ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നത് ഏകവചനം, അകാരാന്ത പുല്ലിംഗ ശബ്ദത്തിൻ്റെ 8 വിഭക്തികൾ എഴുതിയിട്ടുണ്ട്. ഏകവചനം. ഇവിടെ ഇത് ദ്വിവചനം, ഇത് ബഹുവചനം. ജസ്റ്റ് ഒന്ന് വായിക്കാം. അപ്പം ആദ്യം ഇത് വായിക്കണം. ഇതാണ് ഏകവചനം, ഇത് ദ്വിവചനം, ഇത് ബഹുവചനം. ഇത് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നമുക്ക് പഠിക്കാൻ വേണ്ടി എഴുതിയെടുക്കാം. പല പുസ്തകങ്ങളിലും ശബ്ദരൂപങ്ങളിലൊക്കെ എല്ലാം ഇതുണ്ട്. ഇപ്പോൾ ബാലഹ, ബാലൗ, ബാലാഹ, ബാലം, ബാലൗ, ബാലാൻ, ബാലേന, ബാലാഭ്യാം, ബാലൈഹി, ബാലായ, ബാലാഭ്യാം, ബാലേഭ്യഃ, ബാലാത്, ബാലാഭ്യാം, ബാലേഭ്യഃ, ബാലസ്യ, ബാലയോഃ, ബാലാനാം, ബാലേ, ബാലയോഃ, ബാലേഷു, ഹേ ബാല, ഹേ ബാലൗ, ഹേ ബാലാഹ. ഇതേപോലെ തന്നെ രാമശബ്ദം, അകാരാന്ത പുല്ലിംഗ ശബ്ദം ഏതൊക്കെ ഉണ്ടോ അതിൻ്റെ അവസാനം നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം ഏതാണ് വരിക എന്ന്, ഏത് വചനമാണ് വരിക എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം ഇതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ബാലഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാലൻ, ബാലൗ 2 ബാലന്മാർ, ബാലാഹ 2 കൂടുതൽ ബാലന്മാർ, ബാലം ഒരു ബാലനെ, ബാലൗ 2 ബാലന്മാരെ, ബാലാൻ അതിലും കൂടുതൽ ബാലന്മാരെ, ബാലേന ബാലനെ കൊണ്ട്, ബാലനാൽ, ബാലാഭ്യാം 2 ബാലന്മാരാൽ, ബാലൈഹി പൊതുവെ ഒരുപാട് ബാലന്മാരാൽ, ബാലായ ബാലനായി കൊണ്ട്, ബാലന് വേണ്ടി, ഒരു ബാലന് വേണ്ടി. ഇപ്പോൾ ബാലാഭ്യാം ഇവിടെ വരുമ്പോൾ 2 ബാലന്മാർക്ക് വേണ്ടി, ബാലേഭ്യഃ 2 കൂടുതൽ ബാലന്മാർക്ക് വേണ്ടി, ബാലാത് ബാലനിൽ നിന്ന്, ബാലാഭ്യാം 2 ബാലന്മാരിൽ നിന്ന്, ബാലേഭ്യഃ 2 കൂടുതൽ ബാലന്മാരിൽ നിന്ന്, ബാലസ്യ ബാലന്റെ, ബാലയോഃ 2 ബാലന്മാരുടെ, ബാലാനാം ഒരുപാട് ബാലന്മാരുടെ, ബാലേ ഒരു ബാലനിൽ, ബാലയോഃ 2 ബാലന്മാരിൽ, ബാലേഷു ബാലന്മാരിൽ 2 കൂടുതൽ ബാലന്മാരിൽ, ഹേ ബാല അല്ലയോ ബാല, ഹേ ബാലൗ അല്ലയോ 2 ബാലന്മാരെ, ഹേ ബാലാഹ അല്ലയോ ബാലന്മാരെ. ബഹുവചനം. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ മൂന്നാമത്തെ വിഭക്തിയിൽ, മൂന്നാമത്തെ വിഭക്തി ദ്വിവചനം, നാലാമത്തെ വിഭക്തി ദ്വിവചനം, അഞ്ചാമത്തെ വിഭക്തി ദ്വിവചനം കാണാൻ ഒരേപോലെ ഉണ്ടാവും. അപ്പം സന്ദർഭം അനുസരിച്ച് അതിൻ്റെ അർത്ഥം എടുക്കണം നമ്മൾ. ബാലാഭ്യാം, ബാലാഭ്യാം, ബാലാഭ്യാം. അതേപോലെ 4, 5 വിഭക്തികളിൽ ബഹുവചനത്തിൽ ബാലേഭ്യഃ, ബാലേഭ്യഃ ഒരേപോലെ ഉണ്ടാവും. അതേപോലെ 6ാമത്തെയും 7ാമത്തെയും വിഭക്തി ദ്വിവചനത്തിൽ ബാലയോഃ, ബാലയോഃ. സന്ദർഭം അനുസരിച്ച് അതിൻ്റെ അർത്ഥം നമ്മൾ എടുക്കണം. അപ്പം ഇത് ഞാൻ PDF ആയിട്ട് അറ്റാച്ചും ചെയ്യാം, അതുകൊണ്ട് നമ്മൾ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരിക്കൽ ചുമ്മാ ഇങ്ങനെ പാരായണം പോലെ ചെയ്യാം. ബാലഹ ബാലൗ ബാലാഹ, ബാലം ബാലൗ ബാലാൻ, ബാലേന ബാലാഭ്യാം ബാലൈഹി, ബാലായ ബാലാഭ്യാം ബാലേഭ്യഃ. അതേപോലെ ബാലാത് ബാലാഭ്യാം ബാലേഭ്യഃ, ബാലസ്യ ബാലയോഃ ബാലാനാം, ബാലേ ബാലയോഃ ബാലേഷു, ഹേ ബാല ഹേ ബാലൗ ഹേ ബാലാഹ. അങ്ങനെ പാരായണം ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിട്ട് ഉള്ളിലേക്ക് കടക്കും. ഇനി എന്തായാലും നമുക്കൊരു കഥ നോക്കാം. കഥയുടെ പേര് ധർമ്മോ രക്ഷതി രക്ഷിതഃ എന്നാണ്. അതായത് ധർമ്മഃ രക്ഷതി രക്ഷിതഃ. ആരാണോ ധർമ്മത്തിനെ രക്ഷിക്കുന്നത് അവനെ ധർമ്മം രക്ഷിക്കുന്നു. ധർമ്മോ രക്ഷതി രക്ഷിതഃ. മഹാഭാരതത്തിൽ വരുന്ന ഇതാണെന്ന് തോന്നുന്നു. ധർമ്മോ രക്ഷതി രക്ഷിതഃ.
ധർമ്മഃ രക്ഷിതഃ രക്ഷതി. ആരാണോ ധർമ്മത്തിനെ രക്ഷിക്കുന്നത് അവനെ ധർമ്മം രക്ഷിക്കുന്നു. രക്ഷതി. സ്മൃതിയിൽ ഏതെങ്കിലും ആയിരിക്കും വരുന്നത്. അപ്പം നമുക്കൊരു എന്തായാലും ഒരു കഥ നോക്കാം. ഈ ധർമ്മോ രക്ഷതി രക്ഷിതഃ എന്ന ആ ഒരു ആശയം വിശദമാക്കുന്ന ഒരു കഥ. പ്രഭാതകാലഃ. പ്രഭാതകാലമാണ്. രാജമാർഗം ഉഭയതഃ ജനാഃ പ്രതീക്ഷയാ തിഷ്ഠന്തി. പ്രതീക്ഷയാ തിഷ്ഠന്തി. തിഷ്ഠന്തി നിൽക്കുന്നു. തിഷ്ഠന്തി നിൽക്കുന്നു. നമ്മൾ ഇത് പഠിച്ചിട്ടുള്ള ക്രിയാപദമാണ് തിഷ്ഠന്തി. തിഷ്ഠന്തി നിൽക്കുന്നു. എവിടെ നിൽക്കുന്നു? രാജമാർഗം ഉഭയതഃ. ഉഭയതഃ ഈ പദം നമ്മൾ പഠിക്കണം. ഉഭയതഃ രണ്ട് വശത്ത്. കറക്റ്റ്, രണ്ട് വശത്ത്. അപ്പോൾ ഉഭയതഃ എന്ന പദം ഉപയോഗിക്കുമ്പോൾ എന്തിൻ്റെ രണ്ട് വശമാണ്? രാജമാർഗത്തിൻ്റെ. അപ്പം ആ രാജമാർഗം ദ്വിതീയ വിഭക്തിയിലാണ് വരേണ്ടത്. മാർഗഃ എന്നുള്ള പദത്തിന് ദ്വിതീയ വിഭക്തി എന്താണ്? മാർഗം. ബാലം അല്ലേ? ബാലം. അതും അകാരാന്ത പുല്ലിംഗ ശബ്ദമാണല്ലോ. അപ്പോൾ രാജമാർഗം ഉഭയതഃ. രാജമാർഗത്തിൻ്റെ രണ്ട് വശത്തും. അപ്പോൾ ഉഭയതഃ എന്ന പദം വരുമ്പോൾ എന്തിൻ്റെ ഉഭയതഃ? എന്തിൻ്റെ രണ്ട് ഭാഗത്താണ്? ആ പദം ദ്വിതീയ വിഭക്തിയിൽ വരണം. രാജമാർഗഃ. അപ്പോൾ രാജമാർഗം. രാജമാർഗം ഉഭയതഃ ജനാഃ തിഷ്ഠന്തി. ജനങ്ങൾ നിൽക്കുന്നു. എങ്ങനെയാണ് നിൽക്കുന്നത്? പ്രതീക്ഷയാ. പ്രതീക്ഷിച്ച് നിൽക്കുന്നു. പ്രതീക്ഷ കൊണ്ട് നിൽക്കുന്നു. മഹാരാജഃ സമാഗച്ഛതി. മഹാരാജൻ വരുന്നു. സമാഗച്ഛതി വർത്തമാനകാലമാണല്ലോ. വർത്തമാനകാലം. ആഗച്ഛതി സമാഗച്ഛതി. നല്ലവണ്ണം വരുന്നു. സമ്യക് ആഗച്ഛതി സമാഗച്ഛതി. മഹാരാജം പരിതഃ അമാത്യാഃ സേവകാഃ ച സന്തി. വേറൊരു പദം പഠിക്കുകയാണ്. പരിതഃ. പരിതഃ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും. ഉഭയതഃ രണ്ട് വശത്തും, പരിതഃ ചുറ്റും. ആരുടെ ചുറ്റും? മഹാരാജം. അതും രണ്ടാമത്തെ വിഭക്തിയാണ്. മഹാരാജം പരിതഃ. മഹാരാജന് ചുറ്റും ആരുണ്ട്? അമാത്യാഃ സേവകാഃ ച സന്തി. അമാത്യന്മാർ, മന്ത്രിമാർ. അമാത്യന്മാർ മന്ത്രിമാരാണോ? മന്ത്രി. മന്ത്രിമാരും പിന്നെ സേവകന്മാരും. ച സന്തി. സന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. നമ്മൾ കണ്ടു അസ്ഥി എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് സന്തി. സന്തി. ഇനി ച എഴുതിയിട്ടുണ്ട്. ഈ ച എന്നുള്ളത് എന്താണ്? ഇതിനു മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് അവ്യയമാണ്. അതിന് വചനമോ വിഭക്തിയോ ലിംഗമോ ഒന്നുമില്ല. അതുകൊണ്ട് അതിൻ്റെ പേരെന്താണ്? അവ്യയം. നമ്മൾ കുറേ ക്ലാസ്സിന് മുൻപ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പദങ്ങളെ, ശബ്ദപദങ്ങളെ മൂന്നായിട്ട് തിരിക്കുകയാണെങ്കിൽ ഒന്ന് നാമപദം, രണ്ടാമത്തത് ക്രിയാപദം, മൂന്നാമത്തത് അവ്യയം. ഈ നാമപദത്തിനും ക്രിയാപദങ്ങൾക്കും മാറ്റം സംഭവിക്കും. അതിന് വചനങ്ങളുണ്ട്, ലിംഗങ്ങളുണ്ട്, വിഭക്തികളുണ്ട്, അങ്ങനെ പോകും. അവ്യയങ്ങൾ അങ്ങനെയല്ല. അതിന് മാറ്റമേ ഇല്ല. ഭഗവാനെ പോലെ തന്നെ അത് മാറാതെ നിൽക്കുന്നു. ചിലരുണ്ട് സന്തോഷം വന്നാലും ദുഃഖം വന്നാലും അത്ഭുതം വന്നാലും കുഴപ്പം വന്നാലും അവരിങ്ങനെ കുന്തം വീങ്ങിയ പോലെ ഇരിക്കും അല്ലേ, ഒരു മാറ്റമില്ലാതെ. അതേപോലെ അവ്യയം. ശരി, പിന്നെ മഹാരാജഃ കുത്ര ഗച്ഛതി. എല്ലാവരും മഹാരാജാവിൻ്റെ ചുറ്റും എല്ലാവരും ഉണ്ട്. പക്ഷെ മഹാരാജ എന്താ എവിടെ പോകുന്നത്? മഹാരാജഃ കുത്ര ഗച്ഛതി. മഹാരാജഃ കുത്ര എവിടെ പോകുന്നു? ഗച്ഛതി കുത്ര. അതും ഒരു അവ്യയാണ്. കുത്ര എന്ന എവിടെ. നമ്മൾ നേരത്തെ ഒരു കഥ കണ്ടിട്ടുണ്ടായിരുന്നു, ഈശ്വരൻ്റെ കഥ. കുത്ര, അത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ, തത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ, സർവത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും, പിന്നെ എവിടെ എന്ന് ചോദിക്കാൻ വേണ്ടി കുത്ര. മഹാരാജഃ കുത്ര ഗച്ഛതി.
അപ്പം എല്ലാവരും ആലോചിക്കുകയാണ്, അഹോ അഹോ ആശ്ചര്യം, അതൊരു അവ്യയമാണ്. അഹോ അഹോ സഹ തു ദേവാലയം ഗച്ഛതി. സഹ തു, സഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ. ആരാണ്? മഹാരാജാവ്. മഹാരാജാവ് ആകട്ടെ, തു ആകട്ടെ, മഹാരാജാ തു എന്ന് ചേർക്കുമ്പോൾ മഹാരാജാവ് ആകട്ടെ, തൂവും തു എന്ന പദവും അവ്യയമാണ്. അത് പല സന്ദർഭങ്ങളനുസരിച്ച് ഇത്തിരി വ്യത്യാസം ഉണ്ടാവാം അതിൻ്റെ അർത്ഥത്തിന്. സഹ തു അവൻ ആകട്ടെ, അവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുൻപ് എന്താണെന്ന് നമ്മൾ ഉപയോഗിച്ച മഹാരാജ. അപ്പം മഹാരാജാവ് ദേവാലയം ഗച്ഛതി, ദേവാലയത്തിൽ പോകുന്നു. ഗച്ഛതി. ദേവാലയസ്യ മുഖ്യദ്വാരം ഉഭയതഃ അപി ദ്വാരദ്വയം അസ്തി. നമ്മൾ കണ്ടു ഉഭയതഃ വരുമ്പോൾ അതിന് മുൻപത്തുള്ള വേർഡ് ദ്വിതീയ വിഭക്തിയിലായിരിക്കണം. ദേവാലയസ്യ, ദേവാലയസ്യ കൃഷ്ണസ്യ, അപ്പം ആറാമത്തെ വിഭക്തി. ദേവാലയസ്യ, ദേവാലയത്തിൻ്റെ, മുഖ്യദ്വാരം ഉഭയതഃ, മുഖ്യദ്വാരത്തിൻ്റെ രണ്ട് വശത്തും, ദേവാലയത്തിൻ്റെ മുഖ്യദ്വാരത്തിൻ്റെ രണ്ട് വശം, അപി രണ്ട് വശവും. ഈ അപിയും അവ്യയമാണ്. അപി, ഓൾസോ എന്ന് പറയുമല്ലോ നമ്മൾ. അപി രണ്ട് വശത്തും എന്തുണ്ട്? ദ്വാരദ്വയം അസ്തി. ദ്വാരദ്വയം രണ്ട് ദ്വാരങ്ങൾ അസ്തി ഉണ്ട്. ദേവാലയത്തിൻ്റെ മുഖ്യദ്വാരത്തിൻ്റെ രണ്ട് വശവും എന്തുണ്ട്? രണ്ട് ദ്വാരങ്ങൾ, ദ്വാരദ്വയം അസ്തി. മഹാരാജഃ പരിതഃ പശ്യതി. മഹാരാജാവ് എല്ലായിടത്തും നോക്കുന്നു. അനന്തരം സ്വഖഡ്ഗം സ്വീകൃത്യ ദേവസ്യ പത്മനാഭസ്യ പുരതഃ സമർപ്പയതി. നമ്മുടെ പത്മനാഭൻ്റെ ഒരു കഥയാണ്, പത്മനാഭദാസൻ്റെ കഥ. അനന്തരം അതിനുശേഷം മഹാരാജാവ് നോക്കുന്നു, ചുറ്റും നോക്കുന്നു. എന്നിട്ട് അനന്തരം അതിനുശേഷം സ്വഖഡ്ഗം, സ്വന്തം ഖഡ്ഗം വാള് സ്വീകൃത്യ എടുത്തിട്ട് ദേവസ്യ പത്മനാഭസ്യ, ദേവനായ പത്മനാഭൻ്റെ പുരതഃ മുന്നിൽ സമർപ്പയതി, അത് സമർപ്പിക്കുന്നു. സമർപ്പയതി, സമർപ്പയതി വർത്തമാനകാലമാണ്. സമർപ്പയതി. എന്നിട്ട് പറയാണ് രാജാവ്, മമ ദേശം സർവസ്വം ച അർപ്പയാമി. രാജാവ് പറയാണ്, മമ എൻ്റെ ദേശം, എൻ്റെ ദേശത്തിനെയും, സർവസ്വം എല്ലാത്തിനെയും, സർവസ്വം ച അർപ്പയാമി ഞാൻ അർപ്പിക്കുന്നു. ഭവതഃ ദാസഃ ഭൂത്വാ രാജ്യം പാലയാമി. ഭവതഃ ദാസഃ അങ്ങയുടെ ദാസനായി, ഭൂത്വ ഭവിച്ചിട്ട്, രാജ്യം പാലയാമി രാജ്യത്തിനെ ഞാൻ പരിപാലിച്ചുകൊള്ളാം. ഞാനായിട്ടല്ല, അങ്ങയുടെ ദാസനായിട്ട് ഞാൻ രാജ്യം പരിപാലിച്ചുകൊള്ളാം. അപ്പോൾ പാലയാമി, പാലയാമി, അഹം പാലയാമി ആയതുകൊണ്ട് ആമി എന്ന് വന്നു. പാലയാമി ഇതി, ഇപ്രകാരം പ്രതിവചിച്ചു. പ്രതിശൃണോതി, എല്ലാവരെയും കേൾപ്പിക്കുന്നു രാജാവ്. മഹാരാജസ്യ പ്രതിജ്ഞാം ശ്രുത്വാ, മഹാരാജാവിൻ്റെ, മഹാരാജാവിൻ്റെ പ്രതിജ്ഞാം, പ്രതിജ്ഞയെ ശ്രുത്വാ കേട്ടിട്ട്, മാർഗം ഉഭയതഃ, ഉഭയതഃന് മുന്നിൽ രണ്ടാമത്തെ വിഭക്തി, മാർഗം ഉഭയതഃ മാർഗത്തിൻ്റെ രണ്ട് വശത്തും, സ്ഥിതാഹ ജനാഹ സ്ഥിതി ചെയ്ത ജനങ്ങൾ എന്ത് ചെയ്യുന്നു? മഹാരാജം പരിതഃ മഹാരാജാവിനെ ചുറ്റുമുള്ള, സ്ഥിതാഹ അമാത്യാഹ സേവകാഹ ച സ്ഥിതി ചെയ്ത് ആരൊക്കെയാണ്? അമാത്യന്മാരും സേവകന്മാരും ച ജയാരവം കുർവന്തി. ജയ ആരവം, ആരവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഘോഷിക്കുക അല്ലേ? ജയ ജയ മഹാരാജാവ് ജയിച്ചാലും, മഹാരാജാവ് വിജയിച്ചാലും എന്ന് പറഞ്ഞ് അങ്ങനെ ശബ്ദം മുഴക്കി എന്ന്. ആരാണ് ഈ രാജാവ്? ഏഷഃ ഏവ പത്മനാഭദാസഃ ഇതി പ്രസിദ്ധഃ മാർത്താണ്ഡവർമ്മ മഹാരാജഃ. ഏഷഃ ഏവ ഇദ്ദേഹം തന്നെയാണ് പത്മനാഭദാസഃ ഇതി പ്രസിദ്ധഃ, പത്മനാഭദാസൻ എന്ന പ്രസിദ്ധിയുള്ള മാർത്താണ്ഡവർമ്മ മഹാരാജഃ. തിരുവിതാംകൂർ രാജവംശജഃ ഏഷഃ മഹാരാജഃ. ഈ രാജാവ് ഏഷഃ മഹാരാജഃ
ഏത് വംശത്തിലാണ്? തിരുവിതാംകൂർ വംശജഃ. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ നിന്നും ഉദ്ഭവിച്ചവനാണ്. ഏഷഃ അത്യന്തം ധർമ്മനിഷ്ഠഃ ആസീത്. ഈ രാജാവ് അത്യന്തം ധർമ്മനിഷ്ഠൻ ആയിരുന്നു. ഏതസ്യ രാജവംശസ്യ ധ്യേയവാക്യം ധർമ്മഃ അസ്മത് കുലദൈവതം ഇതി ആസീത്. അതായത് ഏതസ്യ രാജവംശസ്യ, ഈ രാജവംശത്തിൻ്റെ ധ്യേയവാക്യം, അവർക്കൊരു മുദ്രാവാക്യം ഉണ്ടാവുമല്ലോ അല്ലേ? ആ ധ്യേയവാക്യം എന്തായിരുന്നു? ധർമ്മഃ അസ്മത് കുലദൈവതം. അസ്മത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുലദൈവതം. കുലദൈവത ആരാണ്? സാധാരണ ദേവന്മാരായിരിക്കുമല്ലോ. പക്ഷെ ഇവിടെ ആരാണ്? ധർമ്മമാണ് ഞങ്ങളുടെ കുലദേവത. ഇതി ആസീത്, ഇപ്രകാരമായിരുന്നു. തിരുവിതാംകൂർ മഹാരാജാः സദാ ധർമ്മമനുസൃത്യ ഏവ ശാസനം കൃതവന്തः. തിരുവിതാംകൂർ മഹാരാജ പരമ്പരയിൽ വന്ന എല്ലാവരും സദാ എപ്പോഴും ധർമ്മമനുസൃത്യ, ധർമ്മത്തെ അനുസരിച്ചിട്ട് ഏവ തന്നെയാണ് ശാസനം കൃതവന്തः, ശാസനം ചെയ്തിരുന്നത്. ഏതേഷാം ശാസനക്രമഃ സർവേഷാം അനുകരണയോഗ്യഃ ഏവ ആസീത്. ഏതേഷാം ഇവരുടെ ശാസനക്രമം സർവേഷാം എല്ലാരാലും അനുകരണയോഗ്യഃ അനുകരണയോഗ്യമാണ്, അനുകരണയോഗ്യം തന്നെ ആയിരുന്നു. അതാണ് ധർമ്മോ രക്ഷതി രക്ഷിതഃ. അപ്പോൾ ഒരു പുതിയ നിയമം കൂടി നമ്മൾ പഠിച്ചു. ദ്വിതീയ വിഭക്തിയുടെ ഉഭയതഃ പരിതഃ എന്ന പദം വരുമ്പോൾ അതിന് മുൻപ് എന്തിൻ്റെ രണ്ട് വശത്താണ്, എന്തിൻ്റെ ചുറ്റുമാണ് എന്നുള്ള പദം രണ്ടാമത്തെ വിഭക്തി, ദ്വിതീയ വിഭക്തി. ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.